ജന്നത്തുൽ മുഅല്ലയിലാണ്. മക്കയിലെ പുരാതനമായ ഖബർസ്ഥാനാണ് ജന്നത്തുൽ മുഅല്ല. റസൂലുള്ളാഹിന്റെ ഒക്കെ ആ കാലം മുതലേ ഉള്ള ഖബർസ്ഥാനാണ് ഈ ജന്നത്തുൽ മുഅല്ല എന്ന് പറയുന്ന ഖബർസ്ഥാൻ. ഇവിടെ പ്രധാനമായി മറവിട്ട് കിടക്കുന്നത് നമ്മളിപ്പോ സിയാറത്തൊക്കെ വന്നിട്ടുള്ള ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആ കാണുന്ന 3 കൊടകൾ കണ്ടോ, 3 കൊടകൾ കണ്ടോ നീളത്തിലിങ്ങനെ? ആ കെട്ടിന്റെ അപ്പുറത്താണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മറവിട്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട 2 ആൺമക്കള് ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. ഖദീജ ബീവി ഒരു ഉമ്മയെ തന്റെ 2 മക്കള് ചേർത്ത് ഉറങ്ങാൻ കിടക്കുന്നത് പോലെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് ചേർന്ന് റസൂലുള്ളാഹിന്റെ 2 ആൺകുട്ടികളും 2 പൈതങ്ങളും അവിടെ ചേർന്ന് കിടക്കുന്നുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ അബുൽ ഖാസിം എന്ന പേരിലൊക്കെ അറിയുന്നുണ്ടല്ലോ, ഇബ്നുൽ ഖാസിം, റസൂലുള്ളാഹിന്റെ ഖാസിം എന്ന് പറയുന്ന ഒരു മകന് ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അബ്ദുള്ള എന്ന് പറയുന്ന മകനും ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹിന്റെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ എളാപ്പ മൂത്താപ്പ അബൂ താലിബ്, അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ വല്ലിപ്പ അബ്ദു മനാഫ്, അതുപോലെ തന്നെ കുസയ്യ്, അതുപോലെ തന്നെ അബ്ദു മനാഫ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകൾ അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു, അസ്മാ റളിയല്ലാഹു അൻഹ മറവിട്ട് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സിദ്ദീഖ് തങ്ങളുടെ ഒരു മകൻ അബ്ദുറഹ്മാൻ എന്നവർ ഇവിടെയാണ് മറവിട്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ സുമയ്യ ബിന്ത് ഖിയാത്ത് എന്നിവരിവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വഹാബികളിൽ പ്രമുഖനായിട്ടുള്ള ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ മകള് സൈനബ എന്ന് പറയുന്ന സ്വഹാബി വനിത ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ ഫിഖ്ഹിൽ നമ്മളൊക്കെ അവലംബിക്കുന്ന ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ല ഇവിടെയാണ് മറവിട്ട് കിടക്കുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മഹാന്മാർ ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ള ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങള്, അങ്ങനെ തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാരും സാദാത്യങ്ങളും, വെള്ളില മുഹമ്മദ് ഫൈസി ഉസ്താദ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മഹാന്മാര് പല നാടുകളിൽ നിന്നുള്ളത് ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരെയൊക്കെ അടുക്കൽ വന്ന് ഈ ചെയ്യുന്ന സിയാറത്ത് നമ്മിൽ നിന്ന് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അൽ ഫാത്തിഹ.